കോഴിക്കോട്ടും അവധി, ശക്തമായ കാറ്റും കടലാക്രമണ സാധ്യതയും. നടിയെ ആക്രമിച്ചതിലെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ പുനരന്വേഷണം വേണമെന്ന ഹർജിയിൽ നിന്നും ജഡ്ജി പിന്മാറി. കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ. നേരത്തെ സമാന പരാതി നൽകിയപ്പോൾ ജുഡീഷ്യൽ രജിസ്ട്രാറായിരുന്നു ജസ്റ്റിസ് ജോബിൻ. ഹർജി ഇനി ഏത് ബെഞ്ച് പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. തെക്കൻ ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഒടുവിൽ ട്രംപിന്റെ ആവശ്യം അംഗീകരിച്ച ഇറാൻ. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നതായി അറിയിപ്പ്. എന്നാൽ ഇറാന് നേരെയോ ലബനന് നേരെയോ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇറാൻ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ഇസ്രായേൽ എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ രാവിലെയാണ് പരസ്പര ആക്രമണം ഉണ്ടായത്. ആദ്യം ഇറാൻ അടിക്കുന്നു, പിന്നീട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം ട്രംപ് ഇടപെടുന്നു. രണ്ടുപേരോടും കാര്യങ്ങൾ സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ തൽക്കാലത്തേക്കെങ്കിലും ഒരു സമാധാനം എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഇപ്പോൾ താൽക്കാലികമായി ഒരു സമാധാന നീക്കത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് നേരെ ഇനി തങ്ങൾ ആക്രമണം നടത്തുന്നില്ല, താൽക്കാലികമായി എല്ലാവിധ ആക്രമണങ്ങളും നിർത്തിവെക്കുകയാണ്. എന്നാൽ ഇറാന് നേരെയോ അല്ലെങ്കിൽ ലബനന് നേരെയോ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി നൽകുകയാണെങ്കിൽ ഇപ്പോൾ നടന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുമെന്നാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ്. ഇറാൻ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫാസ്റ്റ് ന്യൂസ് ഏജൻസിയാണ് ഇത്തരമൊരു വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. അതിനുശേഷം ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ എക്സിൽ ഒരു പോസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇറാൻ US-ഉമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പോസ്റ്റിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ മലയാളം പരിഭാഷ ഇപ്രകാരമാണ്: ദേശീയ സുരക്ഷയും ജനങ്ങളുടെ സമാധാനവുമാണ് ഞങ്ങളുടെ മുൻഗണന. അധികാരത്തോടെ ഒരു രാജ്യത്തിൻ്റെ അവകാശങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. ഒരു ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ പിന്നോട്ട് പോകില്ല. നയതന്ത്രവും പ്രതിരോധവും ദേശീയ സുരക്ഷയുടെ 2 ചിറകുകളാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരേ സമയം തന്നെ ഞങ്ങൾ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളും തുടരും, അതേസമയം രാജ്യത്തിന് നേരെയോ അതിൻ്റെ സഖ്യകക്ഷികൾക്ക് നേരെയോ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുമെന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത വരിയിലാണ് ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നും മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നത്. അതായത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നയം ഇപ്രകാരമാണ്: ഈ ഇറാന് നേരെയോ അല്ലെങ്കിൽ തെക്കൻ ലബനന് നേരെ ഇസ്രായേൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളോ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇറാൻ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും. മുൻപ് ലബനന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ വെറുതെ നിന്നതുപോലെ ആകില്ല ഇനി മുന്നോട്ടുള്ള പോക്ക്. ലബനന് തിരിച്ചടി കൊടുത്താൽ ഇറാനും തിരിച്ചടി നൽകും. ഇസ്രായേലിന് നേരെ തക്കതായിട്ടുള്ള ആക്രമണം നടത്തും എന്ന് തന്നെയാണ് ഇറാൻ നൽകുന്ന ഒരു സന്ദേശം. തീർച്ചയായും. ഒപ്പം ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നത് അത് ഹോർമുസ് കടലിടുക്കിലാണ്. അവിടെ 24 ഇന്ത്യക്കാരുമായി പോയ കപ്പലിന് നേരെ US-ന്റെ ആക്രമണമുണ്ടായി. കപ്പലിൻ്റെ എഞ്ചിൻ റൂം തകർന്നു, തീ പിടിച്ചു. ഒമാൻ തീരത്തുള്ള കപ്പലിൽ നിന്ന് ജീവനക്കാരെ എയർലിഫ്റ്റ് ചെയ്തു അല്പസമയം മുമ്പ്. ആശ്വാസകരമായ കാര്യമാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകണം. അവരുടെ സന്ദേശം ആദ്യം ഒന്ന് കേൾപ്പിക്കാം. സന്ദേശം തുടർന്നാണ് അവിടെ ഇടപെടലുണ്ടായത്. So this is motor tanker Marivax. We are fire on board. We have fire on board and vessel is sinking. US Navy attacked the missile on our engine room. We have hold the bottom. We have fire on board. Please help. This is motor tanker Marivax. You can see our last position recorded in our AIS. That is our position. Please help. Please help. We have fire on board. Total all crew Indian. 24 crew. All crew Indian. Please help quickly. Please, we need immediate help. Our lifeboat is also catch fire. We are unable to lower the lifeboat. One lifeboat is missing. That is damaged. Rope is catch fire. We are unable to lower lifeboat. We are unable to lower life craft. All is damaged. All is in fire. Please help. Please help. അജയ് തുടരുന്നുണ്ട്. അജയ്, ഏറ്റവും ഒടുവിലത്തെ ആശ്വാസകരമായ വാർത്ത ഇവർ രക്ഷിച്ചു എന്നുള്ളതാണ്. എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. എങ്ങനെയാണ് ഇടപെടൽ ഉണ്ടായത്? ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ?
ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊന്നും വരുന്നില്ല. CNN വേൾഡ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് US-ന്റെ സാങ്ഷനിലുണ്ടായിരുന്ന ഒരു കപ്പലാണ് നിലവിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. MT മാരിവെക്സ് എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. പെലോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫ്ലാഗുള്ള കപ്പലായിരുന്നു ഇത് അമേരിക്ക ഉപരോധം കൽപ്പിച്ചിട്ടുള്ള രാജ്യത്തിൻ്റെ കപ്പലുകളിലൊന്നായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ US ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത്. ഈ കപ്പൽ നിലവിൽ അവർ ഏത് തരത്തിലാണ് ആക്രമണം നടത്തിയത് എന്നുള്ള വിവരം ഇപ്പോൾ മേഖലയിലുള്ള സുരക്ഷ നിയന്ത്രിക്കുന്ന സെൻട്രൽ കമാൻഡ് നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. US സെൻട്രൽ കമാൻഡിന്റെ ഒരു ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ തുടരുന്നുണ്ട്. ഇത് പ്രകാരം ഇറാനിയൻ തീരത്തേക്ക് വരാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഇറാനിയൻ തീരത്ത് നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതോ ആയിട്ടുള്ള കപ്പലുകൾക്ക് മേൽ US ഉപരോധമുണ്ടായിരിക്കും. US-ന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഹോർമുസിലൂടെ യാത്ര തുടരാൻ ശ്രമിച്ചാൽ തിരിച്ചടി നൽകുകയും ചെയ്യുകയായിരുന്നു ഇതിന് മുൻപേ ഉള്ള പതിവ്. അപ്പോൾ അത്തരത്തിലാണോ ആക്രമിക്കപ്പെട്ടത് എന്നുള്ള വിവരങ്ങളൊന്നും നിലവിൽ വ്യക്തമായിട്ടില്ല. ഈ കപ്പലിൽ നിലവിൽ 24 ഇന്ത്യൻ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 24 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ എയർലിഫ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ നമുക്ക് സ്ക്രീനിൽ കാണാനാകുന്നത്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് അവർ നേരത്തെ തന്നെ ഒരു അറിയിപ്പ് ഓഡിയോ സന്ദേശമായിട്ടും അല്ലാതെ വീഡിയോ വഴിയും പുറത്തുവിട്ടിരുന്നു. ഫോർവേഡ് സീമാൻ യൂണിയനാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് ആദ്യം പ്രതികരിക്കുന്നത്. ഫോർവേഡ് ഇന്ത്യൻ സീമാൻ യൂണിയൻ്റെ ഇന്ത്യൻ അക്കൗണ്ട്, അവരുടെ ട്വിറ്റർ അക്കൗണ്ട് വഴി ഇതിൻ്റെ ദൃശ്യങ്ങൾ, ഈ കപ്പൽ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളും എൻജിൻ റൂമിൽ തീ പടർന്നതിൻ്റെ ദൃശ്യങ്ങളും ആദ്യം പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഇടപെടൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. തുറമുഖ മന്ത്രാലയത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഒപേഷ് കുമാർ ശർമ്മ, അദ്ദേഹം ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായിട്ട് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രകാരം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അതാണ്, വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടു. ഒറ്റയൊടുവിൽ 24 ഇന്ത്യക്കാരെ രക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യ സഖ്യ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒഴികെ മുഴുവൻ പാർട്ടികളും കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏകോപനമില്ലെന്നാണ് കോൺഗ്രസിനെതിരെ ഉയർന്ന വിമർശനം. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ് ആദ്യം ഇക്കാര്യം ഉന്നയിച്ചത്. വർഷത്തിലൊരിക്കൽ ഇന്ത്യ സഖ്യം യോഗം ചേർന്നിട്ട് എന്തു കാര്യമെന്നും ചോദ്യമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സഖ്യത്തിലെ മറ്റു പാർട്ടികളും തമ്മിലുണ്ടായ വാക്പോരും യോഗത്തിൽ ചിലർ ഉന്നയിച്ചു. ദേശീയ തലത്തിൽ സഖ്യം ഒറ്റക്കെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വേളകളിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പറയുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പ്രതികരണം നടത്തേണ്ടി വരുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. വോട്ട് മോഷണം, SIR ഉൾപ്പെടെയുള്ള ആശങ്കകളിൽ ചീഫ് ജസ്റ്റിസിന് കത്തയക്കാനും ഇന്ത്യ മുന്നണി യോഗത്തിൽ തീരുമാനമായി. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ DMKയും AAPയും പങ്കെടുത്തില്ല. മമതാ ബാനർജിക്ക് വീണ്ടും കനത്ത തിരിച്ചടി. തൃണമൂൽ കോൺഗ്രസിന്റെ MPമാർ BJPയിൽ ചേരാനൊരുങ്ങുന്നു. പാർലമെന്റിൽ NDAയുടെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് 20 MPമാർ ലോക്സഭാ സ്പീക്കർ കത്ത് നൽകി. ഓർക്കണം, 29 MPമാർ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് ലോക്സഭയിലുള്ളത്. അവരിൽ 20 പേരും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് BJPക്കൊപ്പം പോകണം എന്ന് തന്നെയാണ്. സുവേന്ദു അധികാരിയുമായും ബംഗാൾ മുഖ്യമന്ത്രിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ലോക്സഭയിൽ MPമാർ രാജിവെക്കുന്ന അടക്കമുള്ള വഴികൾ ചർച്ചയായെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു രാജ്യസഭാ MPയും രാജിവെച്ചു എന്നുള്ള വിവരം രാവിലെ പുറത്തു വന്നിരുന്നു. TG സയ്യിദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സയ്യിദ്, വലിയ തിരിച്ചടിയാണ്, കടുത്ത തിരിച്ചടിയാണ്. നേരത്തെ ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയിലേക്കും ഇത്തരത്തിലുള്ള വിമനീക്കം വരുന്നു എന്ന് പറയുമ്പോൾ അത് മമതയ്ക്കുണ്ടാക്കുന്ന സമ്മർദ്ദം ഒട്ടും ചെറുതല്ല. രഞ്ജിത്ത്, അസാധാരണ പ്രതിസന്ധിയാണ് തൃണമൂൽ കോൺഗ്രസിൽ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ തിരിച്ചടിക്ക് ഒന്നുകൂടി ശക്തി പകരുന്നതാണ് പുതിയ നീക്കം. പാർലമെന്റിലും വിമത നീക്കം ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇന്നത് സാധ്യമാകുന്നു എന്നതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 29 MPമാരിൽ 28 പേരാണ് നിലവിലുള്ള. അതിൽ 20 പേരും തങ്ങൾക്കൊപ്പമുണ്ട് എന്നതാണ് വിമത നേതൃത്വത്തിൻ്റെ അവകാശവാദം. കക്കോലി ഘോഷിൻ്റെ നേതൃത്വത്തിലുള്ള
അംഗങ്ങളാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. അവർ പാർട്ടി അംഗത്വം രാജിവെച്ചുകൊണ്ട് നൽകുന്ന കത്താണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഗുരുതരമായ ആരോപണമാണ് പാർട്ടിക്കെതിരെ അവർ ഉന്നയിക്കുന്നത്. തുടർച്ചയായ ആരോപണങ്ങൾ നേരിടുന്നു. വലിയ തരത്തിലുള്ള അഴിമതിയാണ് ഉണ്ടായത്. ബംഗാളിലെ തോൽവി തങ്ങൾ അംഗീകരിക്കുന്നു. ഇനി തങ്ങൾ BJPക്കൊപ്പം എന്നതാണ്. ഓം ബിർള, ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ കത്തിൽ അവർ അവകാശപ്പെടുന്നത് NDA ചേരിയുടെ ഭാഗമായി തങ്ങളെ പരിഗണിക്കണമെന്ന വാദം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. അസാധാരണമായ പ്രതിസന്ധി ബംഗാളിലെ തോൽവിക്ക് പിന്നാലെ പാർലമെന്റിലേക്കും വരുന്നു എന്നതാണ്. ദേശീയ തലത്തിൽ മമതയുടെ മുഖം ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരുന്നത് ലോക്സഭയിൽ അവരുടെ പ്രാതിനിധ്യം കൂടിയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും വിമത നീക്കത്തിലൂടെ മറുകണ്ഠം ചാടുന്നു എന്ന അസാധാരണ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് ഡൽഹിയിൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരമൊരു വിമത നീക്കം ഉണ്ടായത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. മമതാ ബാനർജി ഡൽഹിയിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആവുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ ഒരുപക്ഷെ ആ രീതിയിലും ഉണ്ടായേക്കാം. ഇതിനിടയിൽ ബംഗാളിൽ മറ്റൊരു നീക്കം, നിയമനീക്കത്തിന് കൂടി തൃണമൂൽ കോൺഗ്രസ് തുടക്കമിടുകയാണ്. തങ്ങളുടെ പാർട്ടി നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഋതുപ്രതാ ബാനർജിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകിയതിനെതിരെ സ്പീക്കർക്കെതിരെ നിയമ നടപടിക്കാണ് നീക്കം. കൊൽക്കത്ത ഹൈക്കോടതിയിൽ അവർ ഹർജി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെ നിയമപരമായി നേരിടാൻ തൃണമൂൽ ഒരുങ്ങുന്നു. അതേസമയം രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് മമതാ ബാനർജിക്ക് മുന്നിലുള്ളത്. ശരി. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ വനിതകൾക്കായി നടപ്പാക്കുന്ന സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ, പിന്നീട് ഓർഡിനറിക്ക് പുറമെ മറ്റു ബസ് സർവീസുകളിലേക്കും വ്യാപിപ്പിച്ചേക്കും. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക. ഇതിനുശേഷം ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ ബസ്സുകളിലേക്ക് സൗജന്യം വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ടെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. യുടെ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളും ഇപ്പോൾ കടന്നു കഴിഞ്ഞു. വരുന്ന 15-ാം തീയതി ഇത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് പ്രതികരിച്ചത്. അതിനൊപ്പം തന്നെ ട്രാൻസ്ജെൻഡറുകൾക്കും ഈ ഒരു പദ്ധതിയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. 700 കോടിയിലധികം രൂപ ഒരു വർഷം ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവാകുമെന്നാണ് ഇപ്പോൾ ഏകദേശ കണക്ക് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ, അല്ലെങ്കിൽ അതിനൊരു വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തിനായാലും അതൊരു അധിക ബാധ്യത KSRTCയുടെ തലയിൽ കെട്ടിവെക്കുകയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമഘട്ടത്തിലേക്ക്, അതായത് 15-ാം തീയതിയാണ് ഇത് ആരംഭിക്കുക എന്ന് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ജനറൽ ടിക്കറ്റിംഗ് അടക്കം നടപ്പിലാക്കിയിരുന്നു. എന്തിനായാലും ഓർഡിനറി ബസ്സിൽ തന്നെയാണ് ഇത് നടപ്പിലാക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അതായത് ഇതിൻ്റെ ഒരു എത്രത്തോളം ഇത് പ്രാവർത്തികമാകാൻ പറ്റുമെന്ന കാര്യങ്ങളടക്കം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മറ്റ് സർവീസുകളിലേക്ക് ഇത് നടപ്പിലാക്കുക. ഗതാഗത മന്ത്രിയുടെ പ്രതികരണത്തിൽ തന്നെ മനസ്സിലായത് അത് ഈ ഒരു ധനവകുപ്പുമായി കൂടിയൊരു കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മന്ത്രി പ്രതികരിച്ചത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. 712 കോടി രൂപ ഓർഡിനറി മാത്രമാണെങ്കിൽ 1300 കോടി രൂപ വരെ എല്ലാറ്റിലും ആണെങ്കിൽ, ഇതാണ് എൻ്റെ രണ്ട് വ്യത്യാസം. അപ്പോൾ അതിൽ നമുക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കുക. ഏത് തീരുമാനം എടുത്താലും ഗവൺമെൻറ് അത് സബ്സിഡൈസ് ചെയ്യും. ബുധനാഴ്ച നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത്. അതിന്റെ ഭാഗമായി തന്നെ അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഒപ്പം ഇത് ഇരുത്തിവെക്കുന്ന അധിക ബാധ്യതയും അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സർക്കാരിന് ഒരു ഏകദേശ ധാരണ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ശേഷം, അതായത് ഓർഡിനറി ബസ്സുകളിൽ ഇത് പ്രാവർത്തികമാക്കിയതിന് ശേഷം മറ്റ് സർവീസുകളിലേക്ക് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു പഠനം കൂടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി വിളിക്കാൻ CPM തീരുമാനം. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനാണ് വിശാല യോഗം. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും വെള്ളാപ്പള്ളിയെ ശക്തമായി തള്ളിപ്പറയണമെന്നും CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ വീഴ്ചയുണ്ടായെന്ന വിമർശനമുയർന്നു. VV അരുണുണ്ട്. അരുണ്, വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ മുൻപ് ചെയ്തിരുന്നെങ്കിൽ ഒരു റിസൾട്ട് മാറിയേനെ എന്നുള്ള വിലയിരുത്തലുണ്ട് പൊതുവെ. മറ്റൊന്ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. നേതാക്കളുടെ ധാർഷ്ട്യം പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉയർന്നു അല്ലേ സംസ്ഥാന കമ്മിറ്റിയിൽ?
രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കുകയാണ്. അതിന് നേരത്തെ പ്ലീനം ചെയ്യണമെന്ന അഭിപ്രായം പൊളിറ്റ് ബ്യൂറോ യോഗം ചേർന്നപ്പോഴും സംസ്ഥാന സമിതിയിലുമൊക്കെ ഉയർന്നു വന്നു. പക്ഷേ പാർട്ടി പ്ലീനമല്ല ചേർന്ന, പകരം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചേരാനാണ് CPMന്റെ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചത്. ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെയുള്ളവർ ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കും, വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കും. എല്ലാ തലങ്ങളിലും തെറ്റുതിരുത്തൽ വേണമെന്ന ആവശ്യമാണ് CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നത്. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്ത തിരിച്ചടിയായെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് ഏരിയ തലം വരെ ചർച്ച ചെയ്ത് വന്ന ചർച്ചയുടെ ഒരു ക്രോഡീകരിച്ച രൂപമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയത്. അതിലാണ് വെള്ളാപ്പള്ളി തള്ളിപ്പറയാത്ത തിരിച്ചടിയായെന്ന് ഉൾപ്പെടുത്തിയത്. പക്ഷേ സംസ്ഥാന സമിതിയിലെ ചർച്ച വന്നപ്പോൾ അത് അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ, ശക്തമായി തന്നെ തള്ളിപ്പറയണം. ഈ റിപ്പോർട്ടിൽ പറയും പോലെ പറഞ്ഞു പോവുകയല്ല വേണ്ടത്, അതിശക്തമായി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നു, ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളെ തള്ളിപ്പറയണമെന്ന ആവശ്യം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നു. അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് ആ രീതിയിൽ തിരുത്തിച്ചാണ് അംഗങ്ങൾ അത് അംഗീകരിച്ചത്. സംസ്ഥാന സമിതി അത് അംഗീകരിച്ചത്. ശക്തമായ നിലപാട് വേണമെന്ന ആവശ്യം, വർഗീയ വിരുദ്ധ നിലപാട് CPM ശക്തമാക്കണം. വർഗീയതയോട് സ്വീകരിക്കുന്ന സമീപനം അഴകുഴമ്പൻ സമീപനമാകാൻ പാടില്ല. അഴകുഴമ്പൻ സമീപമല്ല വർഗീയതയോട് സ്വീകരിക്കേണ്ടത്. എല്ലാത്തരം വർഗീയതയും ശക്തമായി എതിർക്കണം. മുസ്ലിം ലീഗിന്റെ വർഗീയ സമീപനം തുറന്നു കാട്ടാനും തീരുമാനമുണ്ട്. അതായത് ഇത് നേരത്തെ മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടുകളെ തുറന്നു കാട്ടാൻ CPM ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ CPMന്റേത് അഴകുഴമ്പൻ സമീപനമാണെന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. അങ്ങനെ പോലെ എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നുവെന്ന തോന്നൽ ജനങ്ങൾക്ക് കൂടി ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞു പോയാൽ മാത്രം പോരാ, അത്തരം തോന്നൽ ജനങ്ങൾക്ക് കൂടി ഉണ്ടാകണമെന്ന ആവശ്യം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിനെ അമ്പയെ പരാജയപ്പെട്ടുവെന്ന് സംസ്ഥാന സമിതി അംഗീകരിക്കുകയാണ്. അവിടെ ഒന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത്, മറ്റൊന്ന് പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രധാന ആരോപണ വിധേയരെ തന്നെ, അതിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിനെ കാര്യം വലിയ വീഴ്ചയുണ്ടായി എന്ന ചർച്ചകളും സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നു. ഏതായാലും സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിച്ചു. നാളെ വൈകിട്ട് 4 മണിക്കാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. പക്ഷേ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി വിളിക്കാനുള്ള തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വെള്ളാപ്പള്ളിയെ അതിശക്തമായി തള്ളിപ്പറയണമെന്ന ആവശ്യവും സംസ്ഥാന സമിതിയിൽ അംഗങ്ങൾ ഉയർത്തി. ശരി അരുൺ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് കാലവർഷം കടക്കുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. അനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, നാളെ കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ അവധിയാണ്. 2 ജില്ലകളിലാണ് അവധി. മറ്റു വിവരങ്ങൾ എന്താണ്? നാളെയും മറ്റന്നാളുമൊക്കെ 3 ദിവസം കനത്ത മഴ ഉണ്ടാകുമെന്നാണ് അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം തുടർച്ചയായി മഴ പെയ്തെങ്കിലും ഏതാണ്ട് ഇന്നലെ ഉച്ച മുതൽ കോഴിക്കോട് അടക്കമുള്ള വടക്കൻ ജില്ലകളിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് വീണ്ടും ശക്തമായ രീതിയിൽ മഴ ആരംഭിച്ചിരിക്കുകയാണ്. വരുന്ന 2-3 ദിവസത്തേക്കും അതിശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ അതത് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചിരിക്കുന്നു. എന്നാൽ സർവകലാശാല പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റമുണ്ടാവില്ല എന്നും അറിയിപ്പിൽ പറയുന്നു. എന്തായാലും മലയോര മേഖലകളിൽ മഴ കനക്കുമ്പോൾ വലിയ അപകട സാധ്യതയാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷമൊക്കെ വിലങ്ങാട് പോലുള്ള ഇടങ്ങളിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം കട്ടിപ്പാറ, പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി പോലുള്ള മലയോര മേഖലകളിലും പലപ്പോഴും കനത്ത നാശം ഈ മഴ വിതയ്ക്കാറുണ്ട്. നഗരപ്രദേശങ്ങളിലും ഒപ്പം നഗരത്തിന് സമീപ പ്രദേശങ്ങളിലുമുള്ള ഇടങ്ങളിൽ വെള്ളക്കെട്ടടക്കം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ തീരപ്രദേശത്തും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിനോദസഞ്ചാരികളൊക്കെ ഈ ബീച്ചുകളിലേക്കും മറ്റും പോകുന്നതിനേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും DTPCയുടെ ഒക്കെ അടക്കമുള്ള ഇടങ്ങളിലും സഞ്ചാരികളെ പ്രവേശിപ്പിക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സർവ്വസജ്ജമായാണ് റവന്യൂ വകുപ്പ് ഈ മഴയെ നേരിടാൻ തയ്യാറായിരിക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ശക്തമായ മഴ തുടരുന്നു. പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ പൊളിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണ്. കുളത്തൂർ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിന് സമീപം കോൺക്രീറ്റ് ഭിത്തി പൊളിഞ്ഞു വീണു. ഭിത്തി പൊളിഞ്ഞതോടെ സമീപത്തെ വീടും ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. കുളത്തൂർ സ്വദേശി ബിനുമോന്റെ വീടാണ് അപകട ഭീഷണിയിൽ. കനത്ത മഴയിൽ നെടുമങ്ങാട് KSRTC ഡിപ്പോയിൽ സ്റ്റോർ റൂമിലടക്കം വെള്ളം കയറി വൻ നാശനഷ്ടത്തിന് ഇടയാക്കി. കനത്ത മഴയിൽ കാസർഗോഡ് കുമ്പളയിൽ വീടിൻ്റെ മതിലിടിഞ്ഞു വീണു. കുമ്പള കഞ്ചിക്കട്ടയിലെ സുരേഷിൻ്റെ വീടിൻ്റെ ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെയാണ് സംഭവം.
കോന്നി കൂടൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലേക്ക് വലിയ ആൽമരം പിഴുതു വീണു. പുലർച്ചെയുണ്ടായ കാറ്റിലാണ് ആൽമരം പിഴുതു വീണത്. ക്ലാസ് മുറികളിലേക്ക് കുട്ടികൾ കയറാൻ സാധിക്കാത്ത വിധത്തിലാണ് മരം വീണ് കിടക്കുന്നത്. വയനാട് ബത്തേരിയിൽ ശാരീരിക അസ്വസ്ഥത നേരിട്ട കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ജയരാജ് വിവരങ്ങൾ പങ്കുവെക്കും. ജയരാജ്, ആശങ്കാജനകമാണല്ലോ സാഹചര്യം. ജയരാജ് കേൾക്കാമോ? എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ്, അതായത് കഴിഞ്ഞ 3-ാം തീയതിയാണ് ഒരു വിദ്യാലയത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതകൾ, അതായത് ഛർദിയും പനിയും വയറിളക്കവും ഉണ്ടായത്. തുടർന്ന് അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നുള്ള ഒരു ഏറ്റവും വലിയ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലും ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ കുറച്ച് കുട്ടികൾ പല ആശുപത്രികളിലായിട്ട് അഡ്മിറ്റ് ആണ്. പക്ഷേ ആർക്കും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സമാധാനമായിട്ട് നമുക്ക് പറയാം. ശരി ജയരാജ്, വയനാട്ടിൽ കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരമാണ് ജയരാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് at 6-ൽ ഒരിടവേള.